ദിലീപിൻ്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ്റെ മൊഴി. കാവ്യ മാധവൻ PW വിറ്റ്നസ് 179 പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ് 179 കാവ്യ മാധവൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ക്രോസ് നടക്കുകയും പ്രോസിക്യൂഷൻ്റെ ക്രോസ് നടക്കുകയും മറ്റും ചെയ്തത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രോസിക്യൂഷന് കാവ്യ മാധവൻ്റെ മൊഴി നിർണായകമാണ്. കാരണം നേരത്തെ കാവ്യയുമായി ബന്ധപ്പെട്ടാണ് ഇതിന് മുൻപ് വന്നവരൊക്കെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കാവ്യയും ദിലീപുമായുള്ള ബന്ധമാണ് ഈ നടിയെ ആക്രമിക്കുന്ന വിഷയത്തിലേക്ക് എത്തിച്ചത്, അതിൻ്റെ തുടക്കം എന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു. 2012 മഞ്ജുവിൻ്റെ ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജാണല്ലോ ഈ സംഭവ പരമ്പരകളുടെ എല്ലാം തുടക്കം എന്ന് കോടതിയിൽ വാദിക്കുകയും പ്രോസിക്യൂഷൻ വാദിക്കുകയും മറ്റും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും കാവ്യ മാധവൻ്റെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമായ ഒന്നായി മാറുകയാണ്. ഇവിടെ മൊഴി നൽകിയപ്പോൾ തന്നെ കാവ്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, താനും ദിലീപും അതിജീവിതയോട് ശത്രുത പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു ശത്രുത അതിജീവിതയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിരുന്നില്ല. കാരണം ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻ അത് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് ആ ഒരു റിലേഷൻ്റെ പേരിൽ, അത് മഞ്ജുവിനോട് പറഞ്ഞതിൻ്റെ പേരിലാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ട് ശത്രുത ഉണ്ടായത് എന്നത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. കാവ്യ ഉപയോഗിച്ചിരുന്ന ഫോൺ, ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് 9645 എന്ന നമ്പറിലുള്ള ഫോൺ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായി. 2017 ഫെബ്രുവരി 17 വരെ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് ഇത്. ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളുടെ പരിശോധനാ ഫലം FSL റിപ്പോർട്ട് അത് ഒപ്പം മറ്റ് ചില മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരത്തിലുള്ള പരിശോധനാ ഫലമാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും കാവ്യയുടെ അഭിഭാഷകൻ എതിർക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മാസം മുമ്പെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സാക്ഷിയെ അറിയിക്കേണ്ടതുണ്ട്, അതിനുശേഷം വേണം ഇത്തരം ചോദ്യങ്ങളും രേഖകളും ഹാജരാക്കാൻ എന്നാണ്. പക്ഷേ അത് കോടതി അനുവദിച്ചില്ല. കാരണം സസ്പെക്ട് നമ്പർ 8 ദിലീപിനെയും സാക്ഷിയായ കാവ്യയെയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, രാസപരിശോധനാ ഫലം, ഈ ഓഡിയോ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഹാജരാക്കും, അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ആ വാദം കോടതി മുഖവിലേക്കെടുക്കുകയും ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അവിടെ ഈ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ആ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച കാര്യത്തിൽ താൻ ഓർക്കുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു കാവ്യ മാധവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. കാരണം 2012 ഉപയോഗിച്ചിരുന്ന ഒരു നമ്പറാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. മറ്റൊരു ചോദ്യം പ്രധാനമായും ഉന്നയിച്ചത്, ഈ ഓഡിയോ, ഈ മെസ്സേജുകൾ മഞ്ജു വാര്യർ കണ്ടതിന് ശേഷം, ദിലീപിൻ്റെ ഫോണിൽ കാവ്യ അയച്ച മെസ്സേജുകൾ മഞ്ജു വാര്യർ കണ്ടതിന് ശേഷം എന്തിന് താങ്കൾ ഈ ഫോൺ നമ്പർ മാറ്റി എന്നുള്ള ചോദ്യം ഉയർന്നു. അവിടെ കാവ്യയുടെ മറുപടി എന്ന് പറയുന്നത്, താനൊരു സെലിബ്രിറ്റിയാണ്, നിരവധി ആളുകൾക്ക് താനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാം, പലർക്കും കയ്യിലേക്ക് നമ്പർ എത്തുന്നൊരു പശ്ചാത്തലമൊക്കെ, അതുകൊണ്ട് തന്നെ താൻ മിക്ക സമയങ്ങളിലും ഇത്തരം നമ്പർ മാറ്റാറുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാവ്യ മൊഴിയായി നൽകുകയുണ്ടായി. മറ്റൊന്ന്, 713 തവണ ദിലീപുമായി ഈ ഫോൺ നമ്പറിൽ നിന്ന് 9/19/16 മുതൽ 22/4/2017 വരെ ഏതാണ്ട് 6 മാസത്തോളം കാലയളവിനുള്ളിൽ 713 തവണ ദിലീപുമായി സംസാരിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതായത് ഈ പ്രോസിക്യൂഷൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഒരു ആഴം കണ്ടുപിടിക്കുകയും അത് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ അതിനുള്ള കാവ്യയുടെ മറുപടി, തൻ്റെ വിവാഹം ഉറപ്പിച്ച സമയമായിരുന്നു അത്, ദിലീപുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്താണ് ഈ സംഭവം ഉണ്ടായത്, അത് അത്തരത്തിലൊരു സംഭാഷണം മാത്രമാണ്, അല്ലാതെ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന മറുപടി നൽകുകയും ഉണ്ടായി. അങ്ങനെ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും മൊഴിയായി അത് രേഖപ്പെടുത്തുകയും ക്രോസിലൊക്കെ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ അബാദ് പ്ലാസയിൽ നടന്ന ചില സംഭവങ്ങളാണ്. അബാദ് പ്ലാസയിൽ നടന്ന സംഭവങ്ങൾ അത് പ്രധാനമായ ഒന്നാണ്. അത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ, അത് പൂർണ്ണമായും കാവ്യ നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. മറ്റൊന്ന്, ദിലീപുമായുള്ള ബന്ധം അതൊരു സുഹൃത്ത് ബന്ധം മാത്രമാണ് എന്ന് കൃത്യമായി കാവ്യ പറയുന്നുണ്ട്. അതായത് അതിനപ്പുറത്ത് ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനപ്പുറമുള്ള കുറച്ചുകൂടി അടുപ്പം ദിലീപുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മൊഴി നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഒരു അമേരിക്കൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് ഈ റൂം ഷെയർ ചെയ്ത കാര്യത്തിൽ ചില ചോദ്യങ്ങളുണ്ടായി. അവിടെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. അതായത് ദിലീപും കാവ്യയും തമ്മിൽ വളരെ അടുത്തിടപഴകുന്നത് ഈ അതിജീവിത കണ്ടു, അതിനൊപ്പം മറ്റു ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു, അവർക്കും അറിയാമായിരുന്നു എന്ന് മൊഴി നൽകിയത് അതിജീവിതയാണ്. ഈ വിഷയം പൂർണ്ണമായും കാവ്യ നിഷേധിച്ചു. കാരണം അവർ പറഞ്ഞത്, അന്ന് ഷോ
ഷോയ്ക്കൊപ്പം വന്നപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ പറഞ്ഞത്. അത്തരത്തിലൊരു ഒറ്റയ്ക്കല്ല താൻ ആ ഷോയ്ക്ക് വന്നത്. പലപ്പോഴും ഈ അതിജീവിതയുടെയും മറ്റൊരു നടിയായ ഭാമയുടെയും മുറിയിൽ താൻ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളാണ്, അല്ല തനിക്കായിട്ടൊരു പ്രൈവറ്റ് റൂം സംവിധാനമായിരുന്നില്ല അവിടെ. ദിലീപ് പലപ്പോഴും അവിടെ വരാറുണ്ട്. വരുന്നത് മറ്റൊന്നിനുമല്ല, ഈ ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും ഒപ്പം ഇതിൻ്റെ യാത്രാ ചാർട്ടടക്കം, ഈ ഷോയുടെ ചാർട്ടടക്കം ഫിക്സ് ചെയ്യാനും മറ്റുമായി വരാറുണ്ടായിരുന്നു. കാരണം ദിലീപാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷോ, ദിലീപാണ്. അതുകൊണ്ടാണ് ദിലീപ് അതിനുള്ള എല്ലാവരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നോട് സംസാരിക്കും. അല്ലാതെ അമിത അടുപ്പം അല്ലെങ്കിൽ അമിതമായ ഇടപഴകൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കോടതി കണ്ടു. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ആഴത്തിലുള്ള ബന്ധം കണ്ടുപിടിച്ചത് ഈ ഷോയിനിടയിലാണ് എന്നുള്ള പ്രധാനമായ കാര്യമാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. ഇതൊക്കെയായിരുന്നു കാവ്യ നൽകിയ മൊഴി. നമ്മൾ ഈ മൊഴി ഏതാണ്ട് കോടതി വിശ്വാസത്തിലെടുത്തു എന്ന് വേണം കരുതാൻ. കാരണം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പലതും തള്ളിക്കൊണ്ടാണ് നമ്മൾ വിധിന്യായം വന്നപ്പോഴൊക്കെ അത് കണ്ടതാണ്. അതായത് ഈ മനഃപൂർവ്വം മഞ്ജു വാര്യരും സംയുക്തയും ഗീതവും ചേർന്ന് കാവ്യയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അത് ഓർമ്മയില്ല എന്നാണ്. കാരണം ഈ വിഷയം മെസ്സേജുമായി ബന്ധപ്പെട്ട ചോദ്യം മഞ്ജു ചോദിച്ചത്, മറ്റുള്ളവർ ഇത് സംസാരിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് കാവ്യ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പം ഈ വിഷയം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറയാതിരുന്നത്, അതായത് ഈ പറഞ്ഞ നടിമാരാരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഈ വിവരം കൈമാറായിരുന്നതും ഗൗരവമായി കോടതി കണ്ടു എന്ന് വേണം പറയാൻ. കാരണം അതിനുശേഷം 2 തവണ മഞ്ജുവിൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കോടതിയിൽ മാത്രം മഞ്ജു പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. അതായത് 2021/6, 2017 5/9, 2017 നടന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളിലാണ് ഈ മഞ്ജു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ പോലീസിനോട് മെസ്സേജ് സംബന്ധിച്ച് അറിയാമെന്ന് പറഞ്ഞു, എന്നാൽ ദിലീപിൻ്റെ ഫോണിൽ അത് കണ്ടു എന്ന് മഞ്ജു പറഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായി ഈ കാവ്യയുടെ മൊഴിയായി ചേർത്ത് വെക്കുമ്പോൾ അത് കോടതി ഗൗരവമായി കണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ കാവ്യയുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ കാവ്യ ഉപയോഗിച്ചിരുന്ന ഫോൺ അത് വോഡാഫോൺ ഐഡിയ കണക്ഷൻ ആയിരുന്നു. ആ ഫോണിന് കസ്റ്റമർ ആപ്ലിക്കേഷൻ എന്നൊരു സംവിധാനമുണ്ട്. അന്ന് 2012 ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം അത് ലഭിച്ചിരുന്നെങ്കിൽ, അത് കാവ്യയുടെ പേരിലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഫോൺ നമ്പറിൻ്റെ ഉടമ കാവ്യയാണെന്ന് നിഷ്പ്രയാസം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതായത് ഐഡിയ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയായി പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധ്യപ്പെടുത്തത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും പറഞ്ഞത് 3 വർഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ അത് കയ്യിൽ വെക്കുക, അത് കഴിഞ്ഞാൽ അവരത് കളയും എന്നാണ്. അതായത് 3 വർഷം മാത്രമാണ് കാത്തുവെക്കുക, അതിനുശേഷം അത് ഉപേക്ഷിക്കും എന്ന രീതിയിലാണ്. അത് വളരെ റെലവൻ്റ് ആകുന്ന ഒരു തെളിവായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തതിനെയും കോടതി സംശയദൃഷ്ട്യ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 2010 US ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെയാണ് തർക്കങ്ങൾ, ഭീഷണിയൊക്കെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഈ കാവ്യയുടെ വിചാരണ വേളയിൽ ഇടയ്ക്ക് ശ്രമിച്ചു എങ്കിൽ പോലും അതിവിടെ റെലവൻ്റ് അല്ല എന്നും അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുമായിരുന്നു കോടതിയുടെ മറുപടി. മറ്റൊന്ന്, ഈ മെസ്സേജുകൾ, അതായത് കാവ്യ ദിലീപിന് അയച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവത്തിന് തുടക്കമായ മെസ്സേജുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ, അത് പക്ഷേ കോടതി അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഈ 5 വർഷമായ സംഭവമാണ്, 2012 സംഭവമാണ്, വിചാരണ നടക്കുന്നത് 2017 സ്വാഭാവികമായും ആ മെസ്സേജുകൾ കിട്ടുക അത്ര എളുപ്പമല്ല. അതൊരു പ്രശ്നമായി കാണുന്നില്ലെങ്കിൽ പോലും ആ മെസ്സേജുകൾ വളരെ കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു റിട്രീവ് എടുക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് വലിയ ഒരു എവിഡൻ്റായ ഒരു തെളിവായി, വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കാവ്യയും ദിലീപും തമ്മിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻ തെളിയിക്കാനായി ഒരുപക്ഷെ പ്രോസിക്യൂഷന് വളരെ പെട്ടെന്ന് സാധിക്കാമായിരുന്ന ഒന്നായിരുന്നു അതും സാധിച്ചില്ല എന്നത് പ്രധാനമാണ്. അങ്ങനെ എല്ലാ തരത്തിലും കൃത്യമായി മൊഴികൾ നൽകുകയും ക്രോസിൽ വളരെ കൃത്യമായി മറുപടി നൽകുകയും ചെയ്താണ് ദിലീപിന് അനുകൂലമായി തൻ്റെ മൊഴി അത് സ്ഥാപിക്കാൻ കാവ്യയ്ക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്.